മുദ്രാവാക്യം ഞാൻ തൃശ്ശൂരിങ് എടുക്കുക എന്നാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തൃശൂർ സുരേഷ് ഗോപിയെ ഇങ്ങ് എടുക്കുക എന്നുള്ളൊരവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓട്ടോറിക്ഷക്കാരോടും ചുമട്ടുതൊഴിലാളികളോടും വ്യാപാരികളോടും ഉച്ചക്ക് പള്ളിയിൽ കയറിയപ്പോൾ വിശ്വാസികളോടും എന്നു വേണ്ട, അവസാനം വൈകിട്ട് ഒരു നോമ്പുതറ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴെല്ലാം സാമാന്യ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഇക്കുറി ഈ തൃശ്ശൂരിൽ താമര വിരിയുമെന്നാണ്. തൃശ്ശൂരിൽ താമര വിരിയട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇക്കുറി തൃശ്ശൂർ മാത്രമല്ല ജയിക്കാൻ പോകുന്നത്. കേരളത്തിൽ നമ്മളെല്ലാവരും പ്രസംഗിക്കുന്നത് BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നാണ്. അല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് പോലെ ഒരു വലിയ വിജയം കേരളത്തിൽ NDAക്ക് തെരഞ്ഞെടുപ്പിലുണ്ടാവും. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഓടി വരുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ എഴുതി വെച്ചോ, ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു 9:45 നമ്മുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നിങ്ങളുടെ കുഞ്ഞിക്കാതുകൊണ്ട് കേൾക്കുന്നു. തൃശ്ശൂരിലും അതുപോലെ തന്നെ പാലക്കാട്ടും പത്തനംതിട്ടയിലും എന്തിനേറെ പറയുന്നു, അങ്ങ് വടക്ക് കാസർകോട്ട് നമ്മുടെ മിടുക്കിയായ അശ്വിനി കാസർകോട്ട് മണ്ഡലത്തിലെ അത്ഭുത കുട്ടിയാകാൻ പോകുന്നു. കേരളത്തിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമാണുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? അതിന്റെ പ്രധാന കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ നേതാവിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ്. നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കുളിർമഴയായി പെയ്തിറങ്ങിയ ഈ നാട്ടിൽ അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരു മനുഷ്യരും ഈ കേരളത്തിലില്ല. നിങ്ങൾ നോക്കൂ, കൊറോണ കണ്ട് പേടിച്ച് വിറച്ചു നിന്ന ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ എത്തിച്ച നേതാവാണ് നരേന്ദ്രമോദി. കൊറോണ വാക്സിന് ചൈനക്കാർ കൊടുത്ത ₹100 ഒരു ഡോസിന്, അമേരിക്കക്കാർ കൊടുത്തത് ഇന്ത്യൻ റുപ്പീസ് 2000 എന്നാൽ ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്കും സൗജന്യമായി വാക്സിൻ എത്തിച്ചത് ഒരുപക്ഷെ ആധുനിക ചികിത്സാ ചരിത്രത്തിലെ ഒരു മഹാത്ഭുതമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നരേന്ദ്രമോദിയുടെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരാളുമില്ല. എന്തായിരുന്നു പഴയകാലത്തെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ അവസ്ഥ? പണ്ട് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞു, ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ₹100 കൊടുത്താൽ ₹15 അവരുടെ അക്കൗണ്ടിലെത്തും, ബാക്കിയെല്ലാം സ്വാഹ. രാഷ്ട്രീയക്കാര് ഉദ്യോഗസ്ഥര് അടിച്ചു മാറ്റും. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ആലോചിച്ച് കണ്ടുപിടിച്ച ടെക്നിക്ക് എന്താണെന്നറിയോ? ഈ അഴിമതി അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. അതാണ് ജൻധൻ അക്കൗണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൗണ്ട് വഴി കൊടുക്കാൻ തുടങ്ങി. ജനങ്ങളിൽ അത് 100% എത്തി. മോദി 2014 അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് 2.5 കോടിയാണ്. ഇന്ന് 55 കോടി ബാങ്ക് അക്കൗണ്ട്. കൃഷി സമ്മാൻ പദ്ധതി കേരളത്തിൽ 28 ലക്ഷം കൃഷിക്കാരുടെ അക്കൗണ്ടിൽ എത്തുന്നു. 6000 രൂപ ജനങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ ഗഡുകൂടി കൂട്ടിയാൽ ഒരു 34,000 രൂപ കൃഷിക്കാരുടെ അക്കൗണ്ടിലെത്തി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ മണ്ണിൽ കനകം വിളയിക്കുന്ന കൃഷിക്കാരായ അവരുടെ പ്രാർത്ഥന മാത്രം മതി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരാൻ. ഓരോ ക്ഷേമ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതിൽ ഏറ്റവും ആകർഷകം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ കൺഫ്യൂഷൻ ആവും. 5 ലക്ഷത്തിന്റെ
ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി 75 ലക്ഷം കേരളീയർക്ക് കിട്ടും, കുടുംബങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 75 ലക്ഷം കുടുംബങ്ങൾക്ക്. അവരുടെ പ്രാർത്ഥന മാത്രം മതി. നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കടിഞ്ചിപ്പൊട്ടൻ, നമ്മൾ സാധാരണ അമ്മമാര് പറയും മൂത്തകുട്ടിയെ കുറിച്ച് കുറച്ച് സ്നേഹത്തിലാ പറയാ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പെരുമാറ്റം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദി സർക്കാർ സൂട്ടുകൂട്ട് സർക്കാരാണ്, അദാനിയുടെ അംബാനിയുടെ സർക്കാരാണ്. മിസ്റ്റർ രാഹുൽ, നിങ്ങൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഒരു മണ്ണും പുണ്ണാക്കും അറിഞ്ഞൂടാ. നിങ്ങൾ നരേന്ദ്രമോദിയുടെ ക്ഷേമ പദ്ധതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? PM സ്വാനിധി, തെരുവ് കച്ചവടക്കാർക്കുള്ള ആശ്വാസം, പലിശ വേണ്ട. തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഏറ്റവും പാവപ്പെട്ട കച്ചവടക്കാർക്ക് 10,000 രൂപ, പിന്നെ 20,000, അത് കൃത്യം അടച്ചാൽ 50,000. യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റിയില്ല. പാവപ്പെട്ട തെരുവ് കച്ചവടക്കാർക്ക് ഈ കേരളത്തിൽ മാത്രം 54,000, ഇന്ത്യയിൽ 55 ലക്ഷം തെരുവ് കച്ചവടക്കാർക്കാണ് ഈ ആനുകൂല്യം കിട്ടിയിട്ടുള്ളത്. എന്റെ ഒരു അനുഭവം പറയട്ടെ. ഒരു ദിവസം വടകരയിൽ നിന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു. അങ്ങേ തലക്കുന്ന ആദ്യം തന്നെ എന്നാ പറയുന്നറിയാം, അബ്ദുള്ളക്കുട്ടി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, സബൂറാക്കണം. ഞാൻ പറഞ്ഞു, ഞാനൊരു കുറ്റം എന്നോട് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് കുറ്റം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ BJP ചേർന്നപ്പോ നിങ്ങളെ ചാണകം എന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ നരേന്ദ്രമോദിന്റെ തന്തക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് പൊറുക്കണം, പൊരുത്തപ്പെടണം. ഞാൻ പറഞ്ഞു, എന്താ പ്രശ്നം പറ, നിന്നോട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വടകര ഹൈവേയിൽ ഒരു ചായക്കട, തട്ടുകട നടത്തുന്ന ആളാണ്. അവിടെ ചായ കുടിക്കാൻ വന്ന SBI മാനേജർ ഒരു ദിവസം എന്നെ ഉപദേശിച്ചു, പ്രധാനമന്ത്രി സ്വാനിധി. ഞാനത് അപേക്ഷിച്ചു. ഒരു വെള്ളക്കടലാസിൽ ആധാർ കാർഡിന്റെ കോപ്പിയുമായി അപേക്ഷിച്ചപ്പോൾ എനിക്ക് 10,000 കിട്ടി. അത് ഞാൻ കൃത്യമായി തിരിച്ചടിച്ചു. 20,000 കിട്ടി, അടച്ചു. 50,000 കിട്ടിയ സന്തോഷത്തിലാണ് കുട്ടിക്ക ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നരേന്ദ്രമോദിയെ എന്റെ കുടുംബം ഇപ്പോൾ ആരാധിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നാ മോദിജിന്റെ ചെറിയ ചിത്രം തട്ടുകടന് മുമ്പിൽ ഒട്ടിക്കുന്നു. ഇപ്പം പറഞ്ഞു, അവ ഒട്ടിച്ചാൽ ചിലപ്പോ കച്ചവടം പൂട്ടിപ്പോവും. പക്ഷേ കുട്ടിക്ക, എന്റെയും എന്റെ മക്കളുടെയും കുടുംബത്തിന്റെ നെഞ്ചിൽ നരേന്ദ്രമോദിയെ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിൽ നരേന്ദ്രമോദിയെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് തെരുവ് കച്ചവടക്കാരൻ മിസ്റ്റർ രാഹുൽ. എന്നിട്ടല്ലേ നാണവും മാനമില്ലാതെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പറയുന്നത് ഇത് അംബാനിയുടെ സർക്കാരാണ്, അദാനിയുടെ സർക്കാരാണ്? അല്ല, ഇത് പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരുടെ സർക്കാരാണ്. ഈ തെരുവ് കച്ചവടക്കാരുടെ പ്രാർത്ഥന മതി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ. ഉറപ്പായിട്ടും നരേന്ദ്രമോദി 400 സീറ്റ് നേടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും വിശ്വസിക്കുന്നു. ഇരിഞ്ഞാലക്കുടക്കാരെ, നിങ്ങൾക്ക് ഈ മലയാളിക്ക് ആ മഹാ രാഷ്ട്രീയ മുന്നേറ്റത്തിനൊപ്പം, വികസന മുന്നേറ്റത്തിനൊപ്പം നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. നമുക്ക് സാധിക്കുമോ? തീർച്ചയായും ഇതാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം. ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂരിൽ, വടക്കൻ മലബാറിൽ നാഷണൽ ഹൈവേയുടെ ഭാഗമായി 18 കിലോമീറ്റർ മാഹി തലശ്ശേരി ബൈപ്പാസ് രാജ്യത്തിന് നരേന്ദ്രമോദി സമർപ്പിച്ചു. അത് സമർപ്പിച്ച ഉടനെ നമ്മുടെ മരുമോൻ, നമ്മുടെ കണ്ണൂരിലെ പുതിയാപ്പിള, പിണറായിന്റെ പൊന്നുമോളുടെ പുതിയാപ്പിള റിയാസ് മുതലാളി വന്നിട്ട് സെൽഫി എടുത്തിട്ട് പറയാ, ഈ ബൈപ്പാസ് നമ്മന്റെ അമ്മോച്ചങ്ങാന്റെ വകയാ. ഇത് 18 കിലോമീറ്റർ, ഇതുപോലത്തെ 50,000 കിലോമീറ്റർ നരേന്ദ്രമോദി ഇന്ത്യയിൽ ആരുണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ട്രാഫിക് കുരുക്കപ്പെട്ട ശ്വാസം മുട്ടി വിയർത്തൊലിച്ചു കഴിഞ്ഞവരാണ് നമ്മൾ. ആരാണ് ഉത്തരവാദി? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അവരുടെ വികസന വിരുദ്ധ നിലപാട്. ഇപ്പോൾ പറയുന്നില്ല, അങ്ങ് പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആൾ മരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ആളുകൾ കേരളത്തിലെ റോഡപകടങ്ങളിൽ മരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുമോ? ഒരു വർഷം 4500 ആളുകൾ റോഡപകടത്തിൽ മരിച്ചു വീണ നാടാണ് കേരളം. ആരാ ഉത്തരവാദി?
കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസുകാരുടെ വികസന വിരുദ്ധ രാഷ്ട്രീയം. റോഡപകടത്തിൽ മരിക്കുന്നതല്ലേ ജീവിച്ചിരിക്കുന്നത് അതിനേക്കാളും കഷ്ടം. 50,000 ആളുകൾക്ക് പരിക്കേൽക്കുന്നു. പരിക്കേറ്റ ഒരാളുടെ പേര് ഞാൻ ഓർമ്മിപ്പിച്ചാൽ എന്റെ അമ്മമാരെ നിങ്ങളെ കണ്ണു നിറയും. നമ്മുടെ കുടുകുട ചിരിപ്പിച്ച അബ്രപാളിയിലെ മഹാപ്രതിഭ ജഗദീഷ് ശ്രീകുമാർ കേരളത്തിലെ റോഡപകടത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും വികസന വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ രക്തസാക്ഷി. അതിന് അന്ത്യം കുറിച്ച് ആരാ? നരേന്ദ്രമോദി വന്നിട്ടാണ്. ഈ രാജ്യത്തെ വികസനം പെട്ടെന്ന് കാണണമെങ്കിൽ റോഡ് കാണണം, എയർപോർട്ട് കാണണം. മോദി അധികാരത്തിൽ വരുമ്പോൾ 74 എയർപോർട്ട്, ഇപ്പോൾ 135 എയർപോർട്ട്. 135ാമത്തെ എയർപോർട്ട് എവിടെയാണ് ഉണ്ടാക്കിയെന്നറിയോ? സാക്ഷാൽ ശ്രീരാമ ജന്മഭൂമിയിൽ അയോധ്യയിൽ വാൽമീകി മഹർഷിയുടെ സ്മാരകമായി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാം 250 പുതിയ എയർപോർട്ടുകൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യ ഒരു സൂപ്പർ പവറായി പറന്നുയരാൻ പോകുന്നു. അതിന് ചിറക് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം. ഈ മലയാളി നിങ്ങൾ ചിന്തിക്കണം. നരേന്ദ്രമോദിക്ക് ഒരു മതേ ഉള്ളൂ. മോദിജി പ്രസംഗിക്കാറുണ്ട്, മൈ റിലീജിയൻ ഈസ് ഡെവലപ്മെന്റ്. എന്റെ മതം വികസനമാണ് എന്ന് പ്രഖ്യാപിച്ച ലോക നേതാവാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി സമസ്ത മണ്ഡലങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നരേന്ദ്രമോദി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് ജമ്മു കാശ്മീരിലെ ജമ്മു ഏരിയയിലാണ്. മനസ്സിലാക്കണം, ആരോഗ്യരംഗത്ത് മഹാവിപ്ലവമാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അധികാരത്തിൽ 8 എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ 24 ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആരോഗ്യരംഗത്ത്, ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് 7 IIT-യും 7 IIM-ഉം പുതുതായി നരേന്ദ്രമോദി നാട് സമർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ IIT IIM-ഉം ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലേക്കും കടന്നു പോകുന്നു. നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ വികസനത്തിന്റെ മണ്ഡലത്തിൽ ഒരു അഭിമാന സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയുടെ സ്വപ്നം 2047 ആകുമ്പോൾ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കണമെന്നാണ്. ആ വികസിത രാജ്യമാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കൂ, നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്നറിയോ? അഴിമതി വിരുദ്ധ രാഷ്ട്രീയമാണ്. അഴിമതി വിരുദ്ധ രാഷ്ട്രീയം അതാണ് ചെറുപ്പക്കാരൊക്കെ അദ്ദേഹത്തെ ഹരം കൊള്ളിക്കുന്നത്. യുവവോട്ടർമാർക്ക് ഏറ്റവും ഇഷ്ടം അതാണ് നരേന്ദ്രമോദിക്ക്. അദ്ദേഹം അഴിമതിക്കെതിരെ, അഴിമതി തുടച്ചു നീക്കാൻ സർവശക്തൻ ഈ ഭൂമിയിലേക്ക് അയച്ച ഒരു രാഷ്ട്രീയ അവതാരമാണ് നരേന്ദ്രമോദി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഴിമതിക്കാർക്ക് ആകെ ബേജാറാണ്. 2 മുഖ്യമന്ത്രിമാരെ ഇപ്പൊ ചെയ്യില്ല, ഉണ്ടതെന്ന. ഒന്നാരാന്നറിയോ? നമ്മൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മിനിഞ്ഞാന്ന് തീഹാർ ജയിലിലെ റൂമിലേക്ക് പോയപ്പോ 2 കുണ്ടന്മാർ, നല്ല ചെക്കന്മാര് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ആരാന്നറിയോ? നമ്മുടെ അമിത്ഷാ ഇടുന്ന് കുറെ എണ്ണത്തിന് പൊക്കിക്കൊണ്ടുപോയിട്ടില്ലേ, പോപ്പുലർ ഫ്രണ്ടുകാർ. അതിൽ 2 കുണ്ടന്മാര് സലാം ചൊല്ലിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അഴിമതിക്കാരനെ സ്വീകരിച്ചത്. കെജ്രിവാൾ അകത്തായപ്പോ ഒരാൾക്ക് ഉറക്കില്ല, പിണറായി വിജയൻ ഉറക്കില്ല. കമലയിടത്തി വീശിക്കൊടുക്ക, എന്നിട്ട് ഉറക്കു വരുന്നില്ല. മോക്ക് വീണക്ക് വയറുവേദന, നെഞ്ചുവേദന. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങളൊക്കെ ചോര തിളക്കുന്ന പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത് സഖാവ് EMS-ന്റെയും നായനാരുടെയും അച്യുതാനന്ദന്റെയും ത്യാഗപൂർണമായ സാമൂഹ്യ പ്രവർത്തനം ആകർഷിച്ചിട്ടാണ്. എന്നാൽ പിണറായി വിജയൻ എന്താണ് മനസ്സിലാക്കണമെങ്കിൽ, ഈ ഇരിഞ്ഞാലക്കുടയിൽ വന്നിട്ട് കരിവണ്ണൂർ ബാങ്കിലേക്ക് നോക്കിയാൽ മതി, എന്താ പിണറായി വിജയൻ നമുക്ക് മനസ്സിലാവും. 14,000 നിക്ഷേപകരിൽ 10 ആളാണ് ആത്മഹത്യ ചെയ്ത് മരിച്ചു വീണത്. പിണറായി കരിവന്നൂർ ബാങ്കിൽ മരിച്ചു വീണ
ആ സഹകാരികളായ നിസ്സഹായരായ മനുഷ്യരുടെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല. ജൂൺ 4 വോട്ടെണ്ണുമ്പോൾ ഈ തൃശ്ശൂരിലെ ജനങ്ങൾ പിണറായി വിജയന്റെ കരണക്കുറ്റിക്കടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാക്കി ഇതിനെ മാറ്റും ഞങ്ങൾ വിശ്വസിക്കുന്നു. വെറുതെയല്ല ഞങ്ങൾ തൃശ്ശൂർ ജയിക്കുമെന്ന് പറയുന്നത്. ഇവിടെ കൃപേഷ് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ മണ്ഡലം ഓഫീസുകളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് കരിവണ്ണൂർ ബാങ്കിലെ നിക്ഷേപകരാണ്. ഇന്നൊരു പ്രശസ്തയായ ടീച്ചർ എന്നെ കാണാൻ വന്നിരുന്നു, ഒരു നിക്ഷേപക. ഇന്ന് പാർട്ടി ഓഫീസിൽ ആ സമരത്തിന് നേതൃത്വം നൽകി ആ ബാങ്കിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട സുരേഷ് അല്ലെ എന്നെ കാണാൻ വന്നിരുന്നു. കരിവണ്ണൂർ ബാങ്ക് ഉൾപ്പെടെ ഇന്ത്യയിലെ സഹകരണ ബാങ്കുകൾ സൃഷ്ടിച്ചത് ആരാണെന്നറിയോ? ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗാന്ധിയന്മാരാണ്. ഐക്യനാണ്യ സഹകരണ സംഘം പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ കൈകൊണ്ട് പിടിച്ചെടുത്തതാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പോക്ക് കണ്ടിട്ട് നിരാശനായിട്ട് കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ പാവപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിരുന്നു ഈ സഹകരണ സ്ഥാപനങ്ങൾ. പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ കൈകൊണ്ട് പിടിച്ചെടുത്തു. എന്നിട്ട് കട്ടുമുടിക്കുകയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി നരേന്ദ്രമോദി മനസ്സിലാക്കി. കേരളത്തിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സഹകരണ ബാങ്കിൽ തെറ്റായ വഴിക്ക് നയിക്കുന്നു. ഇതിനെ പിടിച്ചെടുക്കണം, ഇതിനെ ശരിയായ വഴിക്ക് നയിക്കണം, ഇവിടുത്തെ അഴിമതി അവസാനിപ്പിക്കണം. അതിനുവേണ്ടി തന്റെ മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തനായ ഒരാളെ സഹകരണ മന്ത്രിയാക്കി. അതാണ് അമിത്ഷാ. ആ അമിത്ഷാജി വന്നപ്പം പറഞ്ഞു ഡിജിറ്റലൈസ് ചെയ്യണം, KYC വേണം, നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് അതുമായി സഹകരിച്ചില്ല. അതിന്റെ ഫലമായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. CPI കണ്ടല സ്വാഹാക്കി, കരിവണ്ണൂർ CPM സ്വാഹാക്കി, അങ്ങ് മാനന്തവാടിയിൽ കോൺഗ്രസുകാർ സ്വാഹാക്കി, സഹകരണ ബാങ്ക് കട്ടുപിടിക്കുന്നു. പ്രിയപ്പെട്ട സഹകാരികളെ, ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇവന്മാർക്കെതിരെ ശക്തമായ ഒരു വിധിയെഴുത്തുണ്ടാവണം. അതിനുള്ളൊരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ സാധിക്കണം. അപ്പൊ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അഴിമതി വിരുദ്ധ നിലപാടാണ്. എനിക്ക് വളരെ സന്തോഷമായി. നമ്മുടെ സ്ഥാനാർത്ഥികളിൽ വളരെ മിടുക്കിയായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് ആലത്തൂരിൽ. ആരാ? പ്രൊഫസർ സരസു. ആ മഹതി വിക്ടോറിയ കോളേജിൽ നിന്ന് പ്രിൻസിപ്പളായി മാറിയിട്ടുള്ള ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയ സ്ത്രീയാണ്. നരേന്ദ്രമോദിയായിട്ടാണ് സംഭാഷണം നടത്തുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കും, വൈറലാണ്. എന്നിട്ട് പ്രൊഫസർ സരസു ഒരു സങ്കടം പറഞ്ഞു. ഞങ്ങളുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ സങ്കടം സഹകരണ ബാങ്കിൽ അഴിമതിയാണ്. മോദിജി അതിനൊരു കാര്യം ചെയ്യണം, എന്തെങ്കിലും ഇടപെടണം. മോദിജി പറഞ്ഞു എല്ലാം നമുക്കറിയാം. എന്നിട്ട് അദ്ദേഹം അവസാനം സരസ്വ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, EDയുമായും അതുപോലെ തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് ഈ ED കണ്ടുകെട്ടിയിട്ടുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം വിറ്റ് അതിന്റെ തുക കൊണ്ട് ഈ പൊതുയോഗത്തിൽ വെച്ച് ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, ഈ കരിവണ്ണൂർ ബാങ്കിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നരേന്ദ്രമോദിയുടെ സഹായത്തോടുകൂടി ഞങ്ങൾ ആ തുക തിരിച്ചു നൽകും. അതിനുവേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രയത്നിക്കും. മോദിയുടെ ഗ്യാരണ്ടി. സരസ്വമായിട്ടുള്ള സംഭാഷണത്തിന്റെ കാതലതാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം. നരേന്ദ്രമോദി നോക്കാന്ന് പറഞ്ഞാൽ നോക്കലായിരിക്കും. നരേന്ദ്രമോദി ഈ കരിവണ്ണൂർ ബാങ്കിലെ നിക്ഷേപകർക്കുള്ള നഷ്ടം നികത്താനുള്ള ഏറ്റവും പ്രായോഗികമായ ചിന്തകളും ധാരണകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സുരേഷ് ഗോപിയെ നമുക്ക് ജയിപ്പിക്കണം. അഴിമതിക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിട്ടുള്ള വിവാദപരമായ വിഷയം ഇലക്ട്രൽ ബോണ്ട് വിഷയമാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണ ഇടപാട് അവസാനിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിഷ്കരണമാണ്. ഞങ്ങൾ BJPയുടെ ഒരു ആശയമാണ്. പണ്ട് ശേഷൻ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷന്റെ ചരിത്രത്തിലെ ഒരു വിശ്വവിഖ്യാതന മഹാനായ ഒരു പ്രതിഭാശാലിയായിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനായിരുന്നു ശേഷൻ. ആ ശേഷനൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് എങ്ങനെ ഈ കള്ളപ്പണം എങ്ങനെയാ പണ്ട്
പണം കൊണ്ട് കൊടുക്കലേ രാഷ്ട്രീയക്കാർക്ക്? ചാക്ക് കെട്ടിയിട്ട് കള്ളപ്പണം. അതിന് യാതൊരു കണക്കുമില്ല. ഈ കോൺഗ്രസ്സുകാർക്ക് 1 ലക്ഷം രൂപ സംഭാവന ഒരു മുതലാളി കൊടുത്താൽ അതിൽ 1000 രൂപ മാത്രമേ പാർട്ടിക്ക് കിട്ടൂ. ബാക്കി മുഴുവൻ കോൺഗ്രസ് നേതാക്കൾ അടിച്ചു മാറ്റും. ഇതായിരുന്നു. ഇപ്പൊ അത് മാറ്റി ഇലക്ട്രൽ ബോണ്ട്. സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മുതലാളിമാർ റിസർവ് ബാങ്കിൽ പൈസ അടക്കണം, എന്നിട്ട് ചെക്ക്, ബോണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക് ആക്കി. ഇന്ത്യയിലാകെ 20,000 കോടി രൂപയാണ് ബോണ്ടായിട്ട് വന്നിട്ടുള്ളത്. അതിൽ BJP കിട്ടിയത് കേവലം 6,000 കോടിയാണ്. ബാക്കി 14,000 കോടി ഇവിടുത്തെ ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷ പാർട്ടികൾ വീതം വെച്ചു. അവർക്ക് കിട്ടി. എന്നിട്ടും അത് വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മിസ്റ്റർ രാഹുൽ ഗാന്ധി, നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറയുന്നത്? വളരെ സുതാര്യമാക്കുകയാണ്. ഇലക്ഷൻ നമ്മൾ സുപ്രീം കോടതി പറയുന്നു, സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നാം പുതുതായി സംവദിക്കേണ്ട വിഷയമാണ്. അവർ പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഇത് ആർക്ക് കൊടുത്തു എന്നറിയണം. നിങ്ങൾ ആലോചിച്ചു, തമിഴ്നാട്ടിലെ ഒരു കോൺട്രാക്ടർ നമ്മുടെ അണ്ണാമല BJPക്ക് 1 കോടി സംഭാവന കൊടുത്തെന്ന് വിചാരിക്കും. DMK അവിടുത്തെ PWD മുതലാളി അല്ലെങ്കിൽ DMK മന്ത്രിക്ക് ഇഷ്ടപ്പെടും അത്? അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന് സംഭാവന കൊടുക്കുന്നതായിരിക്കും. ചിലപ്പം ആ വ്യവസായി വിചാരിക്കുന്നുണ്ടാവും BJP ഗവൺമെന്റ് തന്നെ ദ്രോഹിക്കുന്നു. സ്വാഭാവികമായും ഈ ഫണ്ട് വിതരണത്തിൽ, ഫണ്ട് സമർപ്പണത്തിൽ ഒരു രഹസ്യ സ്വഭാവം വേണമെന്ന് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ അത് പുറത്തായി, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ പുറത്തായപ്പോഴാണ് മനസ്സിലായത് സാന്റിയാഗോ മാർട്ടിന്റെ പൈസ ആർക്കൊക്കെ കിട്ടിയെന്നറിയോ? നമ്മുടെ സ്റ്റാലിനും പിണറായി വിജയനും. സ്റ്റാലിൻ 550 കോടി വാങ്ങി 25 കോടി പിണറായി കൊടുത്തു. പിണറായി ഇപ്പൊ മിണ്ടുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ എന്താ കച്ചവടം എന്നറിയാം? കള്ള ലോട്ടറി വെക്കൽ. കള്ള ലോട്ടറി വെക്കുന്ന ആള് DMK എന്ന് പറയുന്ന ഞൊണ്ണ പാർട്ടിക്ക് കൊടുത്തിരിക്കുക 550 കോടി. BJPക്ക് 6,000 ആയിട്ടുള്ള സത്യത്തിൽ നമ്മൾ 303 MP-മാരുണ്ട്. ഇവർക്ക് കിട്ടിയ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോടി രൂപ കിട്ടണം? പക്ഷെ BJPക്ക് കിട്ടിയ തുക ആ പാർട്ടിയുടെ ഒരു വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ തുകയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി പറയാണ് ഞങ്ങളെ ഇൻകം ടാക്സ് ദ്രോഹിക്കുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല, പക്ഷെ അവർ കണക്ക് ബോധ്യപ്പെടുത്തണം. കണക്ക് ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് പറ്റിയില്ല. അങ്ങനെ ഇൻകം ടാക്സ് ഫൈൻ ഇട്ടു. അപ്പൊ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ഇപ്പൊ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ചില്ലിക്കാശില്ല. എടോ 10 കൊല്ലം ഭരണം പോയപ്പോ ഇതാണ് ഗതിയെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു പ്രവർത്തകരെ നിങ്ങൾ മുണ്ട് മുറുക്കി ഉടുക്കണം. മിസ്റ്റർ രാഹുൽ ഗാന്ധി, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉടുക്കാൻ നിന്റെ അരയിൽ മുണ്ട് പോലും ഉണ്ടാകില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 60 കൊല്ലം ഇന്ത്യ ഭരിച്ചിട്ട് കോൺഗ്രസ് നിങ്ങൾക്ക് ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസുണ്ടോ? എന്നാൽ ധനമന്ത്രിയായ ചിദംബരത്തിന് ഫ്രാൻസിൽ ഫാം ഹൗസ് ഉണ്ട്. 10,000 കോടി രൂപയുടെ ഫാം ഹൗസ്. രാഹുൽ ഗാന്ധിയുടെ പുതിയാപ്പള റോബർട്ട് വദ്രയ്ക്ക് ഇംഗ്ലണ്ടിൽ കൊട്ടാര സദൃശമായ 7 ഫ്ളാറ്റുകളുണ്ട്. സോണിയാഗാന്ധിയും നെഹ്റു കുടുംബവും രാജ്യം ഭരിച്ച് കട്ടുപിടിച്ച് ആ കാശൊക്കെ വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസ് പോലുമില്ല. അത്ര വല്ല കൊള്ള സംഘായിരുന്നു ഇവര്. എന്നിട്ടാണ് ഇപ്പം പറയുന്നത് മുണ്ട് മുറുക്കി കൊടുക്കണം. എടോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നിങ്ങൾക്ക് ഉടുക്കാൻ മുണ്ടുണ്ടാവില്ല. അതാണ് വരാൻ പോകുന്നത്. ഈ അഴിമതിക്കാരെ, ഈ കള്ളന്മാരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. എന്താ CPM-ന്റെ സ്ഥിതി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക്? AK ബാലൻ പറഞ്ഞു ദേശീയ പദവി നഷ്ടപ്പെടുന്നു. AK ബാലൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പോട് CPM-ന്റെ ദേശീയ പദവി അംഗീകാരം നഷ്ടപ്പെടും. പിന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉണ്ടാവില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം ഈനാമ്പേച്ചി അടയാളമായിരിക്കുമെന്ന് AK ബാലൻ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ
തളിപ്പറമ്പ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് MP ഗോവിന്ദൻ മാഷയുടെ ഇലക്ഷൻ പ്രചരണം നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കൂ. സഖാവ് ഗോവിന്ദൻ മാഷക്ക് ഈ നാമ്പേച്ചി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഈ ഗതികേട് വരാൻ പോവാ. AC മൊയ്തീൻ അന്ന് പുറത്തുണ്ടാണെങ്കിൽ AC മൊയ്തീന് നമുക്ക് ഒരു എലിപ്പട്ടി അടയാളം കൊടുക്കാം. ചിലപ്പോ അകത്താവാൻ സാധ്യതയുണ്ട്. കരുവന്നൂർ കേസ് ചിലർ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് അല്ല. 10 കൊല്ലം വേണ്ടി വന്നു ചിദംബരത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അകത്തിട്ട് തീഹാർ ജയിലടിച്ച് ഗോതമ്പുണ്ടത് നിൽക്കാൻ ആ അഴിമതിക്കാരനെ. കുറച്ച് സമയമെടുക്കും, ബേജാറാണ്ട. എല്ലാം അതിന്റെ സമയത്ത് അങ്ങ് നടക്കും. ഒരു ബേജാറും വേണ്ട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പിണറായി വിജയന്റെ മോളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്ന് ഗോതമ്പ ഉണ്ട തിന്നുന്ന കാലം വിദൂരമല്ല. അത്ര തന്നെ അഴിമതി അവർ നടത്തിയിട്ടുള്ളത്. കാട്ടുകള്ളന്മാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് പോലെ വലിയ വിജയം BJPക്ക് ഉണ്ടാവും. CPM-ന് പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല. അവർ രഹസ്യമായി വന്ന് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരക്ക് വോട്ട് ചെയ്യും. മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഉരുടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിണറായി, VD സതീശ, നിങ്ങൾ ശ്രീരാമനെ അപമാനിച്ചതൊന്നും ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾക്ക് സഹിച്ചിട്ടില്ല. അവര് പൊറുക്കൂല. തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, നമുക്ക് കാണാം. ജനങ്ങളുടെ മനസ്സിൽ വലിയ വികാരം മറിഞ്ഞു പൊന്തുന്നുണ്ട്. ആ വികാരങ്ങളിൽ ഇവർ പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്റേണൽ മീറ്റിങ്ങുകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. രാഷ്ട്രീയത്തിന്റെ രൂപവും ഭാവവും മാറുകയാണ്. നിങ്ങൾ പഴയ ഗരാവും പിക്കറ്റിങ്ങും കല്ലെറിയലും ഒക്കെ മാറ്റി ചിന്തിക്കണം. സേവാഹി സംഘടനാ പ്രവർത്തനത്തെ സേവന പ്രവർത്തനമാക്കണമെന്ന് നരേന്ദ്രമോദി ഞങ്ങളെ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്. അതുകൊണ്ടാണ് കൊറോണ കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാസ്ക് വിതരണം ചെയ്തത്, കിറ്റ് വിതരണം ചെയ്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം നടത്തിയത് നദ്ദാജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയാണ്. നരേന്ദ്രമോദിയുടെ സ്വാധീനമാണ്. എനിക്ക് തോന്നുന്നത് പൊതുപ്രവർത്തകർക്ക് നരേന്ദ്രമോദി നൽകുന്ന ഈ ഉപദേശം പാർട്ടിക്കകത്ത് വലിയ പദവിയൊന്നുമില്ലെങ്കിലും അത് കൃത്യമായി നെഞ്ചിലേറ്റെടുത്ത് നടക്കുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സേവന പ്രവർത്തനത്തിന്റെ ചാമ്പ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട താരം സുരേഷ് ഗോപി. സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള നിശബ്ദമായ ചാരിറ്റി പ്രവർത്തനങ്ങൾ മാത്രം മതി അദ്ദേഹത്തിന് ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1,00,000-ലധികം വോട്ടിന് ജയിക്കാൻ. അദ്ദേഹം പൊതുപ്രവർത്തനത്തെ സേവന പ്രവർത്തനമാക്കിയിട്ടുള്ള ഒരു മാതൃകാ നേതാവാണ്. അദ്ദേഹത്തിന് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ ശൈലിയും ഭാവവും ശരീരഭാഷയൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, സിനിമാ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിലെ ഓരോരുത്തരുടെയും സോഷ്യൽ മീഡിയ കമന്റുകൾ ഞാൻ കണ്ടു. ഏറ്റവും നന്മയുള്ള മനുഷ്യനാണ് സുരേഷ് ഗോപി. ആ നന്മയുള്ള മനുഷ്യനെ പോളിംഗ് ബൂത്തിൽ ചെന്ന് നമുക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. അതിനുവേണ്ടി വരും ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു 10-28 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആ 28 ദിവസവും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം. ആ പ്രവർത്തനങ്ങൾ സാഫല്യമാകണമെങ്കിൽ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരെ നിങ്ങൾ ബൂത്തിലേക്ക് യാത്ര ചെയ്യുക. എല്ലാ വീട്ടിലും പോകണം. ഒരു തവണ പോയാൽ പോരാ, പലതവണ പോകണം. ഓരോ വീട്ടിലിരുന്ന് വർത്താനം പറയണം. എല്ലാ വോട്ടർമാരെയും കാണണം. കണ്ടിട്ട് നരേന്ദ്രമോദിയുടെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ വികസനം, അദ്ദേഹത്തിന്റെ പാവങ്ങളോടുള്ള കാരുണ്യം പ്രവർത്തനം, ഇതൊക്കെ കൃത്യമായി വിശദീകരിക്കുകയാണെങ്കിൽ, സുരേഷ് ഗോപിയുടെ നന്മ, അദ്ദേഹത്തിന്റെ ചാരിറ്റി പ്രവർത്തനം, അദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിൽ ശക്തനായ ആളായിരിക്കും. ഈ തൃശൂരിന്റെ വികസന രംഗത്ത് വരാൻ പോകുന്ന മഹാമാറ്റങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ആത്മാർത്ഥമായി വീടുകളിൽ ചെന്ന് വോട്ടർമാരോട് സംവദിക്കുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ വീടുകളിൽ ചെല്ലണം.
നമ്മുടെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദാജി മുതൽ ഏറ്റവും അവസാനത്തെ കാര്യകർത്താവ് വരെ ഓരോരുത്തരും അവരുടെ ബൂത്ത് പ്രവർത്തിക്കണം. എനിക്ക് അഴീക്കോട് മണ്ഡലത്തിലെ 114 ബൂത്തിന്റെ ചുമതലയാണ്. ഞാൻ അവിടെ ഒരു വട്ടം വീട് കയറിയെങ്കിലും പകുതി വീടേ കയറിയിട്ടുള്ളൂ. ബാക്കി എന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പൂർത്തിയാക്കി. പക്ഷെ മുഴുവൻ വീട് ഞാൻ കയറിയിട്ടില്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത്ര സ്ട്രിക്റ്റ് ആണ്. ഇന്ന് ഞാൻ എന്റെ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ വീട് പ്രവർത്തനം പൂർത്തിയാക്കിയപ്പോൾ അവർ പറയുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 നമുക്ക് 114 വോട്ടാണ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 500 വോട്ട് കിട്ടും. എന്റെ കണ്ണ് തള്ളിപ്പോയി. അവരുടെ കണക്കാണ്. നമ്മുടെ വീടുകളിൽ പോയപ്പോൾ ജനങ്ങളുടെ പ്രതികരണമാണ്. ജനങ്ങൾ നമുക്ക് അനുകൂലമായി അത്രമാത്രം ചിന്തിക്കുന്നു. നരേന്ദ്രമോദി കഴിഞ്ഞ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഞങ്ങളോട് ആഹ്വാനം ചെയ്തത് ഓരോ ബൂത്തിലും 370 വോട്ട് നിങ്ങൾ കൂടുതൽ പിടിക്കണം എന്ന് പറഞ്ഞു. 370 വലിയ പ്രത്യേകതയുണ്ട്. ശ്യാമപ്രസാദ് മുഖർജിയുടെ ഓർമ്മയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി 370 വകുപ്പിനെതിരെ പോരാട്ടം നടത്തി ബലിദാനിയായ ആ മഹാനായ മനുഷ്യനെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, ഓരോ ബൂത്തിലും 370 വോട്ട് പുതുതായി നിങ്ങൾ പിടിക്കണം. എന്റെ ബൂത്തിൽ, എനിക്ക് ചാർജുള്ള ബൂത്തിൽ എന്റെ സഹപ്രവർത്തകർ പറയുന്നത് നരേന്ദ്രമോദിയുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളുടെ ബൂത്ത് അടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ബൂത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഓരോ വീട്ടിലും ചെന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ്. പണ്ട് കേരളത്തിലെ ജനങ്ങൾ എന്താ വിചാരിച്ചത്? ബിജെപിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ജയിക്കുന്ന പാർട്ടിയല്ല. ഇന്ന് നമ്മുടെ ആളുകൾ എന്താ ചർച്ച ചെയ്യുന്നറിയോ? ഒരു 4 സീറ്റ് ബിജെപി ജയിക്കുക എന്നാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ജയിക്കുന്ന പാർട്ടിയായി ബിജെപി ജനമനസ്സുകളിൽ സ്ഥാനം നേടിയിരിക്കുന്നു. പല സർവേകൾ മാത്രമല്ല, കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ നരേന്ദ്രമോദി വെറുതെ അല്ല 2 ഡിജിറ്റ് സഖ്യത്തിലേക്ക്, സംഖ്യയിലേക്ക് ഇവിടുത്തെ വിജയം പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത്. അത്രമാത്രം അടിയൊഴുക്കുകളുണ്ട്. സാധാരണ ജനങ്ങളിൽ വലിയ മാറ്റമുണ്ട്. ആ മാറ്റത്തെ നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, ഏത് ചടങ്ങാന്ന് അറിഞ്ഞൂടാ, അദ്ദേഹം ഒരു നല്ല വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു, കൊച്ചി മെട്രോ നമുക്ക് തൃശ്ശൂർ വഴി എന്തുകൊണ്ട് കോയമ്പത്തൂർ പോയിക്കൂടാ? അതിമനോഹരമായ ആശയമാണ്. നിങ്ങളറിയാം ഡൽഹിയിൽ മെട്രോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്? നമ്മുടെ മെട്രോ ശ്രീധരൻ സാർ തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ 450 കിലോമീറ്ററായി. എത്രയാ കോയമ്പത്തൂരിലേക്കുള്ള കിലോമീറ്റർ? വളരെ ചെറിയ കിലോമീറ്റർ ആണ്. തീർച്ചയായും ഇങ്ങനെ വികസനത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിശാലമായ കാഴ്ചപ്പാടുള്ള നേതാവാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തൃശ്ശൂരിന്റെ മുഖച്ചായ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സുരേഷ് ഗോപി നല്ല ഒരു വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പറയാണ്, മെട്രോ ട്രെയിൻ നമുക്ക് കോഴിക്കോടേക്ക് വേണേ നീട്ടിക്കൂടെ, അത് കോയമ്പത്തൂരേക്ക് നീട്ടിക്കൂടെ, തിരുവനന്തപുരത്തേക്ക് നീട്ടിക്കൂടെ. ഇത്ര മനോഹരമായ ആശയം. ഈ ആശയങ്ങൾ മനസ്സിൽ പേറുന്ന സുരേഷ് ഗോപിയെ നിങ്ങൾ ജയിപ്പിക്കൂ. അദ്ദേഹം ഡൽഹിയിലെത്തിയാൽ അത് നരേന്ദ്രമോദിയുടെ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മുടെ നാടിന്റെ വികസനം, നമ്മുടെ ഭാവി തലമുറയുടെ യാത്രാ കുരുക്കുകൾ, അതിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ നാട്ടിൽ തെളിഞ്ഞു വരുന്നത്. അതിന് നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട്ട് സുഡാപ്പി ഒരു ഇഫ്താർ പാർട്ടി സംഘടിപ്പിച്ചു. സുഡാപ്പി എന്ന് പറഞ്ഞാൽ പഴയ PFI, നിരോധിച്ച PFIയുടെ അനിയനാണ്. ഏട്ടനിപ്പം ജയിലിലാണ്, അനിയനിപ്പോ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. അനിയൻ എന്ത് സംഘടിപ്പിച്ചു? സുഡാപ്പി ഒരു ഇഫ്താർ പാർട്ടി SDPI സംഘടിപ്പിച്ചു. അതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി MK രാഘവനും CPMന്റെ സ്ഥാനാർത്ഥി അളമര കരീമും പങ്കെടുത്തു. നല്ലോണം കോഴിക്കാലിങ്ങനെ ആഞ്ഞ് വലിച്ചു കഴിക്കുകയാണ്.
പഹയന്മാരെ, നിങ്ങൾ ആരെ കൂടെയാ ഇഫ്താർ ആഘോഷം നിങ്ങൾ ആരെ കൂടെയാണെന്നറിയോ? ഈ സുഡാപ്പികൾ, ആ സുഡാപ്പികളുടെ പ്രത്യശാസ്ത്രം നിങ്ങൾക്കറിയുമോ? മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം കാഫ്രീങ്ങളാണെന്ന് പറയുന്ന ഏറ്റവും വലിയ മാനവ വിരുദ്ധരാണ് സുഡാപ്പികൾ. നിങ്ങൾ നോക്കൂ, ഇഫ്താർ പാർട്ടിക്ക് BJP എതിരല്ല. കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് ന്യൂനപക്ഷ മോർച്ച സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്ത ഒരു പ്രവർത്തകനാണ് ഞാൻ. നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ രാജേഷ് ചന്ദ്രശേഖർ കഴിഞ്ഞ തിരുവനന്തപുരത്ത് പങ്കെടുത്തു. പക്ഷേ സുഡാപ്പി, ഈ രാജ്യത്തെ ദേശവിരുദ്ധർ, ജിഹാദികൾ, എന്താണ് അവരുടെ രാഷ്ട്രീയം? ആലപ്പുഴയിൽ നിങ്ങൾ കേട്ടില്ലേ, ഒരു കൊച്ചുകുട്ടിയെ ചുമലിൽ കയറ്റി അവർ വിളിപ്പിക്കുന്ന മുദ്രാവാക്യം കേട്ടിട്ടില്ലേ? എന്താ മുദ്രാവാക്യം? അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട്. ആരോട്? ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും. അരിയും മലരും വാങ്ങിക്കോ, നിങ്ങളുടെ കാലം വരുന്നുണ്ട് എന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ച സുഡാപ്പികൾക്കൊപ്പം ഇഫ്താർ പാർട്ടി ആഘോഷിക്കുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ മനുഷ്യകുലത്തിന്റെ ശത്രുക്കളാണ്. നിങ്ങൾക്ക് വോട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത്. കേരളത്തിലെ നല്ല മനുഷ്യന് ആട്ടാണ് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് വോട്ട് കിട്ടില്ല, ആട്ട്. ഈ വർഗീയ കോമരങ്ങളുമായി കോംപ്രമൈസ് ചെയ്യണം. പിണറായി വിജയൻ സംഘടിപ്പിക്കുകയാണ് എന്താണ്? പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കുകയാണ്. മിസ്റ്റർ പിണറായി, നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത് പൗരത്വ സംരക്ഷണമല്ല, വീണാ വിജയൻ സംരക്ഷണ സമിതി നിങ്ങൾ തുടങ്ങിക്കോ. അതാ നല്ലത്. മാസപ്പടി കേസിന്റെ അന്വേഷണം വരികയാണ്. മോളകത്താവും. മോളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോയിക്കോ. എന്താണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്? CIAയുടെ പേരിൽ, പൗരത്വ നിയമത്തിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കുന്ന നുണപ്രചരണങ്ങളാണ്, കള്ളപ്രചരണങ്ങളാണ്. CIA ബില്ലാസം നടത്ത 4 വർഷം മുമ്പ് BJPയിൽ ഞാൻ ചേർന്നുടനെയായിരുന്നു കേരളം മുഴുവൻ പ്രസംഗിച്ചു നടന്ന ഒരാളായിരുന്നു. അന്ന് എന്താ ഇവിടെ പ്രസംഗിച്ചത്? ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പാവപ്പെട്ട മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും. കോൺഗ്രസ് ഏതെങ്കിലും മുസ്ലിമിന് പാകിസ്ഥാനിലേക്ക് അയച്ചോ 4 കൊല്ലത്തിനിടയിൽ? ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിച്ചിട്ട് എത്ര കാലമാണ് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുക? കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വന്നു തുടങ്ങി. മലപ്പുറത്തെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം ഇവിടെയൊന്നും വിലപ്പോകില്ല. എന്ത് നുണ പറഞ്ഞാലും ഇവിടെ ആള് വിശ്വസിക്കുന്ന. എടോ, CIA എന്ന് പറയുന്നത് എന്താണ്? ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും തുരത്തിയോടിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ പതിറ്റാണ്ടുകളായി പുഴുക്കളെ പോലെ ജീവിക്കുകയാണ്. അവർക്ക് പൗരത്വം നൽകണമെന്ന് പാർലമെന്റിൽ വികാരപരമായി പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 2002 അദ്ദേഹം അന്ന് രാജ്യസഭാ നേതാവായിരുന്നു. അന്ന് രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് LK അദ്വാനിയായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ എഴുതി, അദ്വാനിയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഡോക്ടർ മൻമോഹൻ സിംഗ് വളരെ വികാരപരമായിട്ടാണ് പ്രസംഗിച്ചത്. അവിടെ നാട്ടിയൊടിക്കപ്പെട്ട ഹിന്ദുക്കളുടെ കാര്യം, പാഴ്സികളുടെ കാര്യം, സിഖുകാരുടെ കാര്യം, ക്രിസ്ത്യാനികളുടെ കാര്യം. അന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് അവിടെ നിന്ന് ഏതെങ്കിലും മുസ്ലിങ്ങളെ ആട്ടിയോടിച്ചെന്ന് പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പൗരത്വം നൽകുന്നൊരു നിയമമാണ്. പുതുതായി കുറെ ആളുകൾക്ക് പൗരത്വം നൽകുന്ന നിയമമാണ്. ആരുടെയും പൗരത്വം പരിശോധിക്കുകയോ എടുത്തുകളയോ ചെയ്യുന്നതല്ല. ഇവർ പറയുന്നു, എന്തുകൊണ്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് കൊടുത്തുകൂടാണ്? എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബേ, നിങ്ങൾ 10 ഏക്കറിലാണ് വലിയ ബംഗ്ലാദേശ് താമസിക്കുന്നത്. ഒരു 10 റോഹിംഗ്യൻസിനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കട്ടെ. എടാ, റോഹിംഗ്യൻസ് വലിയ കപ്പലുമായിട്ട്, വലിയ തോണിക്കാരായിട്ട് സൗദി, ഇസ്ലാമിക രാജ്യമായ സൗദിയുടെ ബോർഡറിലേക്ക് പോയി. അവരെ വെടിവെക്കുമെന്ന് പറഞ്ഞയച്ചു, തിരിച്ചോടിച്ചു. ബംഗ്ലാദേശിലെ ക്രിമിനലുകൾക്ക് 10 വർഷമായിട്ട് UAE വിസ കൊടുക്കുന്നില്ല. എന്നിട്ടാണ് ഈ നുഴഞ്ഞേറിയ ആളുകൾക്ക് പൗരത്വം നൽകണമെന്ന് പറയാൻ കോൺഗ്രസ് നിങ്ങൾക്ക് നാണമില്ലേ? കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾ ഈ ദേശദ്രോഹികളുടെ, രാജ്യത്തിന്റെ ശത്രുക്കളുടെ പിണിയാടുകളാണോ? ഈ നാട്ടിലെ സാധാരണക്കാരൻ നെഞ്ചത്ത് കഴിച്ച് ആലോചിക്കണം.
നരേന്ദ്രമോദി സർക്കാർ എല്ലാ വിഷയത്തിലും വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. CIA എന്ന് പറയുന്ന ആരുടെയെങ്കിലും പൗരത്വം, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ പൗരത്വം പരിശോധിക്കുന്നതല്ല. ഈ രാജ്യങ്ങളിൽ തുരത്തിയൊടിക്കപ്പെട്ട പാവപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിന് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാ പിന്നെ അതിനെ കുറ്റപ്പെടുത്തുന്നത്? അതിനെ കോൺഗ്രസ് അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വൈകി, ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്തു. അതിനെ അഭിനന്ദിക്കല്ലേ നമ്മൾ വേണ്ടത്. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാടുകൾ വളരെ കൃത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ? കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിന് സഹായിക്കുന്നില്ല, നമ്മൾ കടക്കണിയിലാണ്. ബാലഗോപാലൻ പറയുന്നു കടക്കണിയിലാണ്. മിസ്റ്റർ ബാലഗോപാലൻ, നിങ്ങൾക്ക് എക്കണോമിക്സ് അറിയില്ല, സാമ്പത്തിക ശാസ്ത്രം അറിഞ്ഞൂടാ. നിങ്ങൾ ഏട്ടനറിയാം സാമ്പത്തിക ശാസ്ത്രം, അദ്ദേഹം ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. ഏട്ടനോട് ചോദിച്ചിട്ടാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത്. ബാലഗോപാലന് മാത്രമല്ല, കേരളത്തിൽ LDFും UDFനും യാതൊരു വികസന കാഴ്ചപ്പാടുമില്ല. കേരളത്തെ ഭരിച്ചു മുടിച്ചു, കേരളത്തെ മുച്ചൂട് അവർ നശിപ്പിച്ചു, അഴിമതി നടത്തി. നിങ്ങൾ നോക്കൂ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കേരളത്തിൽ 25 ആള് 30 ആളുകൾ. നമ്മുടെ V മുരളീധരന് എത്ര പേഴ്സണൽ സ്റ്റാഫ്? 13 ആളാണ്. അത് 4 ആളാണ് പുറത്തുനിന്ന് അപ്പോയിന്റ് ചെയ്തത്. ബാക്കിയെല്ലാം കേന്ദ്ര സർവീസിൽ നിന്ന് 9 ആളെയോട് ഡെപ്യൂട്ടേഷനിൽ വന്നതാണ്. അവർക്ക് പ്രത്യേകം ശമ്പളം കൊടുക്കണ്ട, അവര് നിലവിൽ വാങ്ങുന്ന ശമ്പളം അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് മന്ത്രിമാരുടെ അവസ്ഥ. അവർക്ക് 3-4 ആളുകളാണ് പേഴ്സണൽ സ്റ്റാഫ്. ഒരു ഡ്രൈവർ ഉണ്ടാവും, ഒരു സഹായം ഉണ്ടാവും, ഒരു 3-4 ആളുകൾ. എന്നാൽ ഇവിടെ എന്താണ് സ്ഥിതി? അവരെ 2.5 വർഷം പിരിച്ചുവിടുക, എന്നിട്ട് പുതിയ ആളെ എടുക്കുക, എല്ലാവർക്കും പെൻഷൻ. 2.5 വർഷം കൊണ്ട് പെൻഷൻ കിട്ടുന്ന ലോകത്തിൽ ഏതെങ്കിലും ഒരു സർവീസ് ഉണ്ടോ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്? അല്ലാണ്ട് ഇതുപോലെ ദൂർത്തുവഴിവ് നടത്തി പിന്നെ എവിടെയാണ് കേരളം കടക്കണിയിലാവാതിരിക്കുക? കേരളത്തിൽ വ്യവസായമില്ല, കൃഷിയില്ല. എന്താണ് കൃഷിയുടെ അവസ്ഥ? 8.5 ലക്ഷം ഹെക്ടർ കൃഷി ചെയ്യുന്ന നാട്ടിൽ 2.5 ഹെക്ടർ കൃഷിയായി, കൃഷി ചുരുങ്ങി, വ്യവസായങ്ങൾ മരുപ്പറമ്പായി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യവസായങ്ങൾ, നിക്ഷേപങ്ങൾ തുരുത്തുര വരുന്നു, ഇവിടെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളത്തെ രക്ഷിക്കാൻ, നമ്മുടെ നാട് രക്ഷിക്കാൻ ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് കരുത്തു പകരാൻ നമുക്ക് സുരേഷ് ഗോപിയെ പാർലമെന്റിലേക്ക് അയക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 26 ഏപ്രിൽ 26 രാവിലെ ഒരു കട്ടൻ ചായ അടിച്ച് നേരെ പോളിംഗ് ബൂത്തിൽ ചെന്ന് ക്യൂ നിന്ന് ആദ്യത്തെ വോട്ട് നമുക്ക് താമരക്ക് ചെയ്യണം. ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് വോട്ട് ചെയ്താൽ മതി. സുരേഷ് ഗോപിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.